സംസ്ഥാനത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ മാറ്റം. മെയ് 2 മുതൽ റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും ടെസ്റ്റ് അനുവദിക്കുക. റോഡ് ടെസ്റ്റിലും നിലവിലെ രീതിയിൽ നിന്നും മാറ്റമുണ്ടായിരിക്കും. വിശദമായ സർക്കുലർ പുറത്തിറക്കുമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണം 60 നിജപ്പെടുത്തി. പുതിയതായി ടെസ്റ്റിൽ പങ്കെടുത്ത 40 പേർക്കും തോറ്റവർക്കുള്ള റീ ടെസ്റ്റിൽ ഉൾപ്പെട്ട 20 പേർക്കുമായി 60 പേർക്ക് ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം. മെയ് മാസം 2 തീയതി മുതൽ 30 പേർക്ക് ലൈസൻസ് നൽകുമെന്നായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ആദ്യം പുറപ്പെടുവിച്ച നിർദ്ദേശം. ഇതിലാണ് ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ ട്രാക്കുകൾ തയ്യാറാകാത്തതിനാൽ ടെസ്റ്റ് തുടരുമെന്നും അറിയിച്ചു. പുതിയ ട്രാക്ക് ഒരുക്കി ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഗ്രൗണ്ട് ടെസ്റ്റിൽ ടെസ്റ്റിന് പുറമെ ആംഗുലാർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ്, ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തി പരിഷ്കരിക്കാനായിരുന്നു തീരുമാനം. സംസ്ഥാനത്ത് 86 ഇടങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. നിലവിൽ മാവേലിക്കരയിൽ മാത്രമാണ് പുതിയ ട്രാക്ക് ഒരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിദിനം 100-ലധികം ലൈസൻസ് നൽകിയ ഉദ്യോഗസ്ഥരെ കൊണ്ട് പരസ്യമായി പരീക്ഷയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരുന്നു. 15 ഉദ്യോഗസ്ഥർക്കായിരുന്നു പരസ്യ പരീക്ഷ. പ്രതിദിനം 100-ലധികം ലൈസൻസ് നൽകുന്ന 15 MVമാരെയാണ് മുട്ടത്തറയിൽ വിളിച്ചു വരുത്തി പരസ്യ പരീക്ഷ നടത്തിയത്. എന്നാൽ ഈ ടെസ്റ്റിൽ മുഴുവൻ ഉദ്യോഗസ്ഥരും പരാജയപ്പെട്ടു. 3 ഉദ്യോഗസ്ഥർ റോഡ് ടെസ്റ്റ് പൂർത്തിയാക്കിയെങ്കിലും ഗ്രൗണ്ട് ടെസ്റ്റിൽ പരാജയപ്പെട്ടു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉറപ്പാണെന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തു. 15 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് വിളിച്ചു വരുത്തി ടെസ്റ്റ് നടത്തിയത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ലംഘിച്ച് ദിവസം 100-ലധികം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയതിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കിയത്. കഴിഞ്ഞ 3 മാസമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ മോട്ടോർ വാഹന വകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. 60ഓളം ഉദ്യോഗസ്ഥർ പ്രതിദിനം 100-ലധികം ടെസ്റ്റുകൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. മോട്ടോർ വാഹന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ടെസ്റ്റിന് നേതൃത്വം നൽകിയത്. ഇത്രയും ടെസ്റ്റുകൾ എങ്ങനെ നടത്തിയെന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയായിരുന്നു. പരസ്യ പരീക്ഷ നടത്തിയ MVമാർക്ക് കടുത്ത അമർഷമുണ്ടായിരുന്നു. ലൈസൻസ് ഉണ്ടെങ്കിലും വാഹനം ഓടിക്കാൻ അറിയില്ലെന്ന് പറയുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. വാഹനം റോഡിൽ ഇറക്കി ഓടിച്ചു പോവുക എന്നല്ലാതെ വൃത്തിയായി ഒന്ന് പാർക്ക് ചെയ്യാനോ റോഡിലുള്ള മറ്റു ഡ്രൈവർമാരെ കൂടി പരിഗണിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കാനോ അറിയാത്ത നിരവധി പേരുണ്ടെന്ന് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മെയ് മാസം മുതൽ അതിനൊരു മാറ്റം കൂടിയാണ് വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോട്ട് 24.